ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് കുറച്ച് ഉത്സവ കാഴ്ചകളാണ്. നമ്മുടെ വീടിനടുത്ത് പാറശാല ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഉത്സവ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും സ്വാഗതം. ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളിൽ വളരെയധികം പ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ക്ഷേത്രമാണ് പാറശാല ശ്രീ മഹാദേവർ ക്ഷേത്രം. ഇവിടെ ഒത്തിരി പ്രത്യേകതകളുണ്ട് കേട്ടോ. പടിഞ്ഞാറ് ദർശനം, പഞ്ചനിവേദ്യം, നിത്യനവകം, 3 ശീവേലികൾ, പാശുപതാസ്ത്രം പാർത്ഥന് നൽകി അനുഗ്രഹിക്കുന്ന പ്രതിഷ്ഠാഭാവം. അതുമാത്രമല്ല, അനാദികാലം മുതൽക്ക് തന്നെ എല്ലാ സമുദായങ്ങൾക്കും ക്ഷേത്രപ്രവേശനവും ഉണ്ട്. വേടസ്ത്രീയുടെ ഭാവം സ്മരിക്കുന്ന പാർവതീദേവിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഗണപതി വിഗ്രഹത്തിനും പ്രത്യേകതയുണ്ട്. വലംബരി മഹാഗണപതിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. വിസ്തൃതമായ ഒരു ഒറ്റക്കൽ മണ്ഡപം, തിരുമുന്നിലെ നന്ദികേശൻ, സ്വർണ്ണ കൊടിമരം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് നമ്മുടെ പാറശാല ശ്രീ മഹാദേവർ ക്ഷേത്രം. കരിങ്കല്ലിൽ ശില്പചാതുര്യത്തോടെ പണിത ബൃഹത്തായ ഒരു ക്ഷേത്ര മന്ദിരമുണ്ട്. നെല്ലിമരച്ചുവട്ടിൽ വിഷ്ണു സങ്കല്പമുണ്ട്. നാഗരാജാവിൻ്റെയും നാഗകന്യകയുടെയും പ്രതിഷ്ഠകളുണ്ട്. 3 കുളങ്ങളുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ വളരെ അധികം പ്രത്യേകതയാണ് 3 കുളങ്ങൾ. അങ്ങനെ അത്യപൂർവം സവിശേഷതകളോടെ സമസ്ത ജനങ്ങൾക്കും അനുഗ്രഹം ചൊരിഞ്ഞ് കരുണാമയനായി ശ്രീ കൈലാസനാഥൻ പാറശാലയിൽ വാണരുളുന്നു. ആ കോവിലിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ അത് ആനയുണ്ടായിരുന്നു. ആനയുടെ കൂടെ കുറേ വീഡിയോ എടുത്തു കേട്ടോ. ഇക്കൊല്ലത്തെ മേട തിരുവാതിര മഹോത്സവം പ്രമാണിച്ച് കഥകളിയും കൈകൊട്ടിക്കളിയും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. ആനയുടെ കൂടെ നിന്ന് സെൽഫി എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആന ചെറുതായിട്ടൊന്ന് അലറി കേട്ടോ. അതിനത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു സെൽഫി എടുത്തത്. പിന്നെ ഞങ്ങളതാ കഥകളി കാണാനായിട്ട് അവിടെ ഇരുന്നാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ വീഡിയോ എടുത്തു. കൈകൊട്ടിക്കളിയായിരുന്നു കേട്ടോ ആദ്യം. അടിപൊളിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതിൻ്റെയൊക്കെ ഷോർട്സായിട്ട് വേറെ ഇടാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പോൾ ഞാനത് വീഡിയോയിൽ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടിയിട്ടായിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടോ. അതിൻ്റെ പാട്ട് ഇടാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷെ പാട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടാവും. എല്ലാവരും കൂടി ഒത്തൊരുമയോടെ കളിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട്. കുറേ പാട്ടുകളുണ്ടായിരുന്നു കേട്ടോ. അത് ഓരോന്നായിട്ട് ഇടാം. അപ്പോൾ യൂട്യൂബിൻ്റെ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വീഡിയോയിൽ എന്തായാലും ആ പാട്ട് ഞാൻ ഇടുന്നില്ല. ഓക്കേ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടായിരുന്നു കഥകളിയുടെ ഒരു ഇതിവൃത്തം ലവണാസുര വധമായിരുന്നു കേട്ടോ. മണ്ണാനും മണ്ണത്തിയും കൂടിയുള്ള ഒരു ഭാഗമായിരുന്നു ലവണാസുര വധം. അപ്പോൾ അതൊക്കെ ഭംഗിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് മുഴുവനായിട്ട് ഞങ്ങൾ കണ്ടു. അത് കഴിഞ്ഞ് പിന്നീട് ഒരു കഥകളി കൂടി ഉണ്ടായിരുന്നു. അത് പക്ഷേ മുഴുവനായിട്ട് കണ്ടില്ല. ഒരുപാട് രാത്രിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ മോള് വഴക്കിട്ടുകൊണ്ട് പിന്നെ മുഴുവനായിട്ട് കാണാൻ പറ്റില്ല. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് തന്നെ ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഇന്നത്തെ തലമുറയ്ക്കൊക്കെ ഇനി അന്യം നിന്ന് പോകുന്ന ഒരു കലാരൂപമായി മാറാതിരിക്കട്ടെ. ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ ലൈറ്റിങ്ങും കാഴ്ചകളും അതൊരു മാസ്റ്റർ പീസാണല്ലോ. അതുകൊണ്ട് അടിപൊളി ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. പല വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവിടെ. അതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. കണ്ടോ, എലി ഫ്ലൂട്ട് വായിക്കുന്നു, കൊക്ക് മീൻ കൊത്തുന്നു, അതുപോലെ ദാണ്ട ചൂണ്ടയിടുന്നുണ്ട്. എലിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം തന്നെ കേട്ടോ. പൊന്നുകുട്ടന് ഇതൊക്കെ കണ്ടാൽ മതി, വേറൊന്നും വേണ്ട. അവൾക്ക് വലിയ ഇഷ്ടമാണ് ഇതൊക്കെ കാണുന്നത്. വലിയ അതിശയം പോലെ നോക്കി നിൽക്കും കേട്ടോ. എത്രയോ സമയമെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും അതിമനോഹരമായിട്ടുണ്ട്. അതിമനോഹരമായി അലങ്കരിച്ച ക്ഷേത്ര കവാടം, മഹാദേവൻ്റെ ക്ഷേത്രനട, ക്ഷേത്രത്തിന് ചുറ്റും നടന്ന ലൈറ്റുകളും പ്രകാശങ്ങളും വർണ്ണക്കാഴ്ചകളും എല്ലാം ഒരു ക്ലിപ്പിങ്സായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. അതിനിടയിലൂടെ നമ്മുടെ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ കാഴ്ചകളും വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്.
ഉത്സവ കാഴ്ചകൾക്ക് മികവ് കൂട്ടാൻ കളിപ്പാട്ട കടകളും, ഉത്സവം തുടങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് കളിപ്പാട്ട കടകളെല്ലാം വരുന്നതേ ഉള്ളൂ. 3 ക്ഷേത്രക്കുളം ഉണ്ട് ഇവിടെ, അതൊരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉത്സവ കാഴ്ചകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.